നമസ്കാരം. സിറിയയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയത് അതിരൂക്ഷമായ ആക്രമണം. തലസ്ഥാനമായ ഡമാസ്കസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രകമ്പനം കൊണ്ടു എന്നാണ് വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിലെ ഒരു TV ചാനലിലെ അവതാരക വാർത്ത വായിക്കുന്നതിനിടയിൽ തൊട്ട് പിന്നിൽ കാണുന്ന പ്രതിരോധ ആസ്ഥാനത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതും അതിൻ്റെ പ്രകമ്പനത്തിൽ ഭയന്ന് അവതാരക എണീറ്റ് ഓടുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികളായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾ ഇതിലും ശക്തമായ തോതിൽ ആക്രമിക്കുമെന്ന്. കൂടാതെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുമ്പോൾ റിപ്പോർട്ടിങ്ങിനായി പുറത്തിറങ്ങിയ ചില വാർത്താലേഖകന്മാർ 4 ഭാഗത്തും അഭയം തേടി പരക്കം പായുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ അൽ ജസീറ ചാനലും പുറത്തുവിട്ടിരുന്നു. ദൃശ്യങ്ങൾ കാണുന്ന ചില റിപ്പോർട്ടർമാർ അൽ ജസീറയുടെ തന്നെ മാധ്യമപ്രവർത്തകരാണ്. ഇവരെല്ലാവരും തന്നെ ബോംബാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി 4 വഴിക്കും ഓടുന്നതായിട്ടൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അനുസരിക്കാതെ വീണ്ടും അവിടുത്തെ വംശീയ പ്രശ്നങ്ങളിൽ സർക്കാർ ഒരു പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഇസ്രായേലിന് കടുത്ത അമർഷമുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്രയും രൂക്ഷമായ തോതിലുള്ള ആക്രമണം ഇപ്പോൾ അവിടെ നടക്കുന്നത്. തലസ്ഥാനമായ ഡമാസ്കസിൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഏതാണ്ട് 20ഓളം പേർക്ക് പരിക്കേറ്റതായും സൂചനയുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യമൊന്നും തന്നെ ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അവിടെയുള്ള പല വിദേശ മാധ്യമപ്രവർത്തകരും പുറത്തുവിട്ട വാർത്തകളിലാണ് ഇത് സംബന്ധിച്ച പരാമർശങ്ങൾ ഉള്ളത്. നേരത്തെ ബാഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സിറിയയിലെ സർക്കാർ പിന്നീട് നടന്ന ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയും UK-യും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ സിറിയയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കാരും പഴയ സർക്കാരിൻ്റെ ചില മാർഗ്ഗങ്ങൾ പിന്തുടരുകയും അവിടെ നടക്കുന്ന വംശീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുമാണ് ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ കൂടി തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ തോതിലുള്ള ഈ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൂത്തി മുതൽ ആക്രമിക്കണം, അതുപോലെ ഹിസ്ബുള്ളയും ഹമാസിനെ എല്ലാം ആക്രമിക്കുന്ന അതേ സമയം തന്നെയാണ് ഇപ്പോൾ സിറിയയ്ക്ക് നേരെ അവർ തിരിയേണ്ടി വന്നിരിക്കുന്നത്. അസദിൻ്റെ കാലത്ത് അസദ് ഈ പല തീവ്രവാദ സംഘടനകളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഏതായാലും അസദ് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുമായി റഷ്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്നാണ് അവിടെ വിമതരായിരുന്നവർ ഭരണം പിടിച്ചെടുക്കുകയും ഇപ്പോൾ അവരുടെ സർക്കാർ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നത്. ലോകത്തെ പല രാജ്യങ്ങളും ഇവരുമായി സന്ധിയിലായി എങ്കിൽ പോലും ഇസ്രായേൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും സിറിയയിലെ നിലവിലെ സർക്കാരുമായി അഭിപ്രായ ഭിന്നത തുടരുക തന്നെയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത്. മാധ്യമപ്രവർത്തകർ പോലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. സിറിയയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം രൂക്ഷമായി മാറിയിരിക്കുകയാണ് എന്നാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയുടെ സൈനിക ആസ്ഥാനത്തിന് നേർക്ക് പോലും ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ എത്ര ശക്തമായ തോതിലുള്ള പദ്ധതികളാണ് അവർ നടപ്പിലാക്കിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കനത്ത തോതിൽ ഇവിടെ നിന്ന് പുക ഉയരുന്നതും കാണാമെന്നായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞത്. ഡമാസ്കസിൻ്റെ ആകാശത്തിലെങ്ങും തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടതായും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.